കേരളത്തിലെ ജിഹാദികൾ ഇന്ത്യക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ പോലും ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് നിന്നുള്ള ഒരു ജിഹാദി. അദ്ദേഹം താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെന്ന് പരിചയപ്പെടുത്തി കൊച്ചിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്, നാവിക ആസ്ഥാനത്തിലേക്ക്. നാവിക ആസ്ഥാനത്തിൽ വിളിച്ചിട്ട് ചോദിച്ചതോ INS വിക്രാന്ത് എവിടെയുണ്ട്, കൊച്ചിയിലുണ്ടോ അതോ ഇനി പാകിസ്ഥാനിലെത്തിയോ എന്നാണ് ഈ കോഴിക്കോടുള്ള ഈ ജിഹാദിക്ക് അറിയേണ്ടത്. അങ്ങനെ തുടർച്ചയായി തന്നെ തലവേദനയായി മാറുകയാണോ? അല്പസമയം മുമ്പ് നാം മറ്റൊരു കാര്യം ചർച്ച ചെയ്തിരുന്നത് മഹാരാഷ്ട്രയിൽ ഒരു ജിഹാദി പിടിയിലാണ്. തീർച്ചയായിട്ടും ഇത് വാസ്തവത്തിൽ ഇന്ത്യക്ക് ഒരു വലിയ തലവേദനയായിരിക്കുകയാണ് ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നവർ. ഇത് ഒരു സമുദായത്തിൻ്റെ മുഴുവൻ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനും നിരപരാധികളായ ഒരുപാട് മനുഷ്യരെ നാളെ ഒരു പക്ഷേ അവർക്ക് വലിയ ദോഷങ്ങൾ വരുത്താനും ഒക്കെ സഹായിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിന് കളമൊരുക്കുന്ന തരത്തിലാണ് ഇത്തരം ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് നടക്കാവ് സ്വദേശി മുജീബ് റഹ്മാൻ എന്നൊരാൾ കസ്റ്റഡിയിലുണ്ട്. ഈ വിളിച്ചയാൾ അത് ഈ മുജീബ് റഹ്മാൻ ആണോ വിളിച്ചതെന്ന് ഇനി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. എന്തായാലും NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ അതിൻ്റെ പുറകെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി നേവൽ ബേസിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഞാൻ വിളിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. എന്നിട്ടൊരു നമ്പർ കൊടുക്കുന്നു. ഈ നമ്പറിലേക്ക് വിവരം അറിയിക്കണം. എന്താണ് അറിയിക്കേണ്ടത്? INS വിക്രാന്ത് ഇപ്പോൾ കൊച്ചിയിലുണ്ടോ അതോ പാക് തീരത്തേക്ക് പോയോ എന്നാണ് അയാൾക്ക് അറിയേണ്ടത്. ഈ കൊച്ചി നേവൽ ബേസിൽ വന്ന ഫോൺ കോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ പോലീസിന് കൈമാറി. പോലീസ് അത് വളരെ പെട്ടെന്ന് അന്വേഷിച്ച് ആ ഫോൺ കോൾ പിന്നെ ഈ കൊച്ചിയിലേക്ക് വിളിച്ചയാൾ പരിചയപ്പെടുത്തിയത് എൻ്റെ പേര് രാഘവ് എന്നാണെന്നാണ് പരിചയപ്പെടുത്തിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ കൊടുത്ത നമ്പരും വന്ന നമ്പരും എല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ അന്വേഷണം എത്തിയത് കോഴിക്കോട് നടക്കാവിലെ ഒരു മുജീബ് റഹ്മാൻ എന്നൊരു വ്യക്തിയിലേക്കാണ്. അങ്ങനെ മുജീബ് റഹ്മാനെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ മുജീബ് റഹ്മാൻ പല പേരുകളാണ് പറഞ്ഞത്. ഇനി ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന നരേറ്റീവ് അങ്ങനെയായിരിക്കും. ഒരു മാനസിക രോഗിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, NIA പീഡിപ്പിക്കുന്നു എന്നൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന നരേറ്റീവുകൾ. എന്തായാലും അങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട്. അല്ല, അതിനിടയിലാണ് മറ്റൊരു മാനസിക രോഗിയുടെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഈ പെഹൽഗാം ആക്രമണ സ്ഥലത്തിൽ നിന്നൊരു പാലക്കാട് സ്വദേശിയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അയാൾ എന്തിനാണ് അവിടെ പോയത്, ആര് പറഞ്ഞിട്ട് ഇത്രയും ദിവസം എന്തിനാണ് കാശ്മീരിൽ തങ്ങിയത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിലും പുറത്തു വരേണ്ടതുണ്ട്. പാലക്കാട് സ്വദേശിയാണ്. അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു. മറ്റ് വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല അതിനെ സംബന്ധിക്കുന്ന. എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിലും ഈ മുജീബ് റഹ്മാൻ കുറ്റവാളിയാണോ അല്ലയോ കാര്യങ്ങളൊക്കെ വ്യക്തത വരാനുണ്ട്. ഈ മുജീബ് റഹ്മാൻ ആണോ രാഘവ് എന്നുള്ള പേരിൽ ഇവിടേക്ക് വിളിച്ചത്, അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. പക്ഷേ നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ വളരെ രഹസ്യമായിട്ട് തങ്ങുന്നുണ്ട് എന്നാണ്. കാരണം നമ്മുടെ രാജ്യത്ത് എന്ത് പ്രശ്നം നടന്നാലും അതിൻ്റെ ഒരു കണ്ണി. ഇപ്പോൾ ഈ പെഹൽഗാമുമായി ബന്ധപ്പെട്ട് അതാണ് സൂചിപ്പിക്കാനുള്ളത്. പലരും അറസ്റ്റിലാവുന്നുണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നവർ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ പെഹൽഗാമിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ആക്രമണം നടത്തിയ ആ വ്യക്തി പഠിച്ചത് കേരളമാണെന്നൊരു സൂചനയുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ എത്ര പേരാണല്ലേ കേരളത്തിൽ അതിൻ്റെ പങ്കാളിയാകുന്നത്? തീർച്ചയായിട്ടും നമ്മളിത് ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. 2008 നമ്മൾ കണ്ടതല്ലേ. ബാംഗ്ലൂർ സ്ഫോടനത്തിന് മുമ്പ്, ബാംഗ്ലൂർ സ്ഫോടനത്തിന് ശേഷം 4 ചെറുപ്പക്കാർ കാശ്മീരിൽ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയിട്ട് അവിടെ വെച്ച് വെടിയേറ്റ് മരിച്ചത്. അതിലൊരു ചെറുപ്പക്കാരൻ്റെ ഉമ്മ പറഞ്ഞത് എന്താണ്, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത അവൻ്റെ മൃതദേഹം പോലും, മയ്യത്ത് പോലും എനിക്ക് കാണണ്ട എന്നൊരു ഉമ്മയ്ക്ക് പറയേണ്ടി വന്ന ഗതികേടിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത് ഇവിടുത്തെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഈ മതവർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ ആയിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന കുറേ സമുദായ സംഘടനകളും അതിൻ്റെ നേതാക്കളും ആത്മീയ ആചാര്യന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ നേതാക്കളും അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. അവരാണ് ഈ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചിരിക്കുന്നത്. നിരവധി മാതാപിതാക്കളുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന, സമാധാനം കെടുത്തിയിരിക്കുന്ന മത നേതൃത്വം കേരളത്തിലുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ശരി, നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, ഈ പറയുന്നത് പോലെ കാശ്മീരിൽ യുദ്ധത്തിന് പോയി 4 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു. ബാംഗ്ലൂർ സ്ഫോടനത്തിൽ അറസ്റ്റിലായ പ്രധാനപ്പെട്ട ആളാരാണ്? കേരളത്തിൽ നിന്നുള്ള ആളാണ്. തടിയൻ്റെ അവിടെ നസീർ എന്ന് പറയുന്ന ലഷ്കർ-ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറാണ് അയാൾ.
അയാൾ അറസ്റ്റിലായത് എവിടെ നിന്നാണ്? ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നാണ്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കേരളം എത്ര വലിയ അപകടത്തിൻ്റെ മുനമ്പിലാണ് ചെന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി തടിയൻ്റെ ഇവിടെ നസീറിൻ്റെ സംഭവം കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് പിന്നെ വിവാഹം ചെയ്ത് മതം മാറി വിവാഹം ചെയ്ത് ഇസ്ലാം മതത്തിലേക്ക് പോയ ഭാര്യാഭർത്താക്കന്മാർ എത്ര പേരാണ് സിറിയയിലേക്ക് വിശുദ്ധ യുദ്ധത്തിന് പോയി ഇപ്പോൾ അഫ്ഗാൻ ജയിലിൽ കിടക്കുന്നത്? ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമയുടെ തന്നെ പ്രമേയം, ആ സിനിമയിൽ അതൊരു സിനിമയാണ്, സിനിമയായിട്ട് കണ്ടാൽ മതി. പക്ഷേ അതിനെ അടിസ്ഥാനമായിരിക്കുന്ന പ്രമേയം അത് സത്യമല്ലേ? അത് വസ്തുതകളില്ലേ? അതിനെ നിഷേധിക്കാൻ സാധിക്കുമോ? ഈ എവിടെ പോയി നമ്മുടെ ഈ ആറ്റുകാലുള്ള നിമിഷ, ഫാത്തിമ എന്ന പേരും സ്വീകരിച്ച് നിമിഷ എവിടേക്കാണ് പോയത്? ഇപ്പോൾ അഫ്ഗാൻ ജയിലിൽ കിടക്കുകയാണ്. അഫ്ഗാൻ ജയിലിൽ കിടന്നുകൊണ്ട് ഉള്ള ആ പെൺകുട്ടി പറയുന്ന വീഡിയോ പിന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ട് അതിപ്പോൾ കേരളത്തിൽ ചർച്ചയായില്ലേ? അതുപോലെ തന്നെ എത്ര പെൺകുട്ടികളാണ് കാണാതായിരിക്കുന്നത്? എത്ര ചെറുപ്പക്കാർ മതം മാറി പോയിട്ടുണ്ട്? ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളല്ലേ? അതോടൊപ്പം തന്നെയാണ് നാർക്കോട്ടിക് ജിഹാദും കേരളത്തെ വലിയ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാലാ ബിഷപ്പ് അതിൻ്റെ പേരിൽ എന്തുമാത്രം ചീത്ത കേട്ടു. അദ്ദേഹത്തിനെതിരെ എന്തൊരു വലിയ സൈബർ ആക്രമണമാണ് നടന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? നോക്കൂ, ഒരു വശത്ത് ഈ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതിന് പിടിയിലാകുന്നത് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളാണ്. ഇവരോടൊപ്പം പിടിയിലാകുന്നതെല്ലാം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ കുറ്റമാണ്. സത്യമല്ലേ? വസ്തുതയല്ലേ? അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ അധികം ഈ കാര്യത്തിലേക്ക് വരുന്നില്ല? അവരെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഈ പിടിയിലാകുന്നതെല്ലാം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുള്ള പെൺകുട്ടികളാണ്. ഒപ്പം പിടിയിലാകുന്നതെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. ഇത് ഈ വസ്തുതയായിട്ട് പറയേണ്ടേ? ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടേ? ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതൊരു ക്രിമിനൽ പ്രവൃത്തിയാണ്. മയക്കുമരുന്ന് കടത്തുക, അത് ഉപയോഗിക്കുക, അത് വിൽക്കുക എന്നൊക്കെ പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. എന്തിനു പറയുന്നു? നമ്മുടെ MLA ആയിരുന്ന, മുമ്പ് മന്ത്രിയായിരുന്ന, ഇപ്പോൾ MLA ആയ KT ജലീൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, മുസ്ലിം ഈ മദ്രസ വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാരാണ് വളർന്ന് വലുതായി നാർക്കോട്ടിക് കേസുകളിൽ പെടുന്നത് എന്ന്. ഇത് അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു MLA ഉറക്കം വിളിച്ചു പറയണമെങ്കിൽ ഇതിൻ്റെ ആഴം എത്രയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ വലിയ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ലക്ഷക്കണക്കിന് ജനസംഖ്യയുള്ള ഒരു മതത്തിൽ നിന്നും ഒരു MLA മാത്രമേ പറയുന്നുള്ളൂ തുറന്നു. ഒരു MLA വളരെ അപൂർവം. മുസ്ലിം ലീഗിലാകട്ടെ, INലാകട്ടെ, അതാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ചെയ്യുന്നവരുടെ ധൈര്യവും പിന്തുണയും ഈ മൗനമാണ്. അതെ, മൗനമാണ്. മുമ്പ് അതിനെതിരെ സംസാരിക്കാൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ നിലമ്പൂർ MLA ആര്യാടൻ മുഹമ്മദാണ്. അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇതിനെതിരെ ആഞ്ഞടിച്ചിരുന്നു കോൺഗ്രസിൽ നിന്ന്. അദ്ദേഹം മതനേതൃത്വത്തിനെതിരെ വലിയ ശബ്ദമുണ്ടാക്കി, വലിയ പ്രതിഷേധം ഉയർത്തി. പക്ഷേ ആര്യാടൻ മുഹമ്മദിന് ശേഷം പിന്നെ അങ്ങനൊരു ശബ്ദം നമ്മൾ അതിനകത്തുനിന്ന് കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ജലീൽ നിയമസഭയിൽ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. ഇത് ഒന്ന് ആലോചിക്കണം. ആ സമുദായത്തിൻ്റെ നേതൃത്വം, അതിൻ്റെ മതനേതൃത്വം, ആത്മീയ ആചാര്യന്മാർ ഇത് ആലോചിക്കണം. തങ്ങളുടെ സമുദായത്തെ ബാധിച്ചിരിക്കുന്ന, നാളെ ഈ സമുദായത്തെ ഇപ്പോൾ തന്നെ സംശയദൃഷ്ടിയോടുകൂടി ആൾക്കാർ അകറ്റി നിർത്തുകയല്ലേ? ഏത് കേസിലും ഈ സമുദായത്തിൽ നിന്ന് ഒരാൾ പിടിയിലാകുന്നു, ഈ സമുദായത്തിൽ നിന്ന് ഒരാൾ അതിൽ പങ്കാളിയാകുന്നു എന്ന് പറയുമ്പോൾ അവരെ ബാധിച്ചിരിക്കുന്ന, ആഴത്തിൽ ബാധിച്ചിരിക്കുന്ന ഈ തീവ്രവാദത്തിൻ്റെയും ഭീകരതയുടെയും വേരുകൾ അവർക്ക് പിഴുതെറിയാൻ അവർക്ക് താല്പര്യമില്ലേ? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം മുജീർ റഹ്മാന്റെ കസ്റ്റഡി, ഇത്തരം കാര്യങ്ങൾ നാം പണ്ട് കണ്ടിട്ടുള്ള കാശ്മീരിലാണ്. ഇപ്പോൾ കാശ്മീർ കേരളത്തിൽ ആവർത്തിക്കുകയാണ്. കാശ്മീർ ഏതാണ്ട് ഒതുങ്ങിയപ്പോൾ കേരളം മറ്റൊരു കാശ്മീരായി മാറിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയമല്ല, അതിൽ കുറേയൊക്കെ വാസ്തവമുണ്ടെന്ന് തന്നെ പറയണം. പിന്നെ എന്തോ ഒരു ആരെയൊക്കെയോ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷേ സമയം എത്താത്തത് കൊണ്ടോ കാശ്മീരിൽ നടന്നതുപോലെ ഒരു കൂട്ട വംശഹത്യ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണം ഈ പറയുന്നത് പോലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ കേരളത്തിൽ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അതിന് കേരളം കടപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു സംവിധാനത്തോടായിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ, ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇതിനെയൊക്കെ എതിർത്ത് നിൽക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് നടക്കാതെ പോകുന്നത്. ഇല്ലെങ്കിൽ കാശ്മീരിൽ സംഭവിച്ചതുപോലെ ഒരു വംശഹത്യ കേരളത്തിലും അരങ്ങേറേണ്ടതാണ്. അതിനുള്ള സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. എന്തായാലും മുജീബ് റഹ്മാൻ്റെ അറസ്റ്റോടുകൂടി ഈ കേസ് തീരില്ല. INS വിക്രാന്ത് എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് ഒരു സാധാരണ പൗരൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്
ഒരു വ്യാജ പേരിൽ വിളിച്ച് ചോദിച്ച് അത് അന്വേഷിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. അത് ഏജൻസികൾ അതിൻ്റെ പുറകെ ഉണ്ട്. നമുക്ക് താമസിയാതെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കും.